ഗേസ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇഡലിയും സാമ്പാറും. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഇഡലിക്കുള്ള പച്ചരിയും ഉഴുന്നും വെള്ളത്തിലിടാനായിട്ട് പോകുന്നത്. ഇഡലി റെസിപ്പി എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് പച്ചരിയും അതിൻ്റെ പകുതി ഉഴുന്നുമാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിരക്കിനിടയിൽ അരിയും ഉഴുന്നും ഒക്കെ വെള്ളത്തിലിടാനായിട്ട് മറന്നു പോകും. പക്ഷേ 6 മണി 8 മണിയൊക്കെ ആയാലും കുഴപ്പമില്ല കേട്ടോ. ആ സമയത്ത് ഇട്ടാലും നമ്മൾ ഈ ടിപ്സൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മാവ് പൊങ്ങി കിട്ടുവേ. ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ മാവ് അരച്ചു വെച്ചേ. മാവ് അരയ്ക്കുന്ന സമയത്ത് അല്പം ചോറും കൂടെ അതിൻ്റെ കൂടെ അരയ്ക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പേ. അരയ്ക്കുന്ന സമയത്ത് അല്പം ചെറു ചൂടുവെള്ളത്തിൽ അരയ്ക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പൊങ്ങിക്കിട്ടും. അതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്. പച്ചരി ഉഴുന്നും വെള്ളത്തിലിടുന്ന സമയത്ത് 5-6 ഉലുവയും കൂടെ വെള്ളത്തിലിടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഇഡലിക്ക് കിട്ടുവേ. ഇഡലിക്കുള്ള ചമ്മന്തി തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് കടുക് താളിക്കുമ്പോൾ അല്പം ഉലുവയും കൂടെ പൊട്ടിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇഡലി തട്ടിലോട്ട് മാവ് ഒഴിക്കുന്ന സമയത്ത് അല്പം എണ്ണയും കൂടെ തടവി കൊടുക്കുക. ശേഷം മാവ് ഒഴിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പച്ച എണ്ണയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമേ. ഇഡലി സെറ്റായിട്ട് കിട്ടാനായിട്ട് ഒരു 10 മിനിറ്റ് മതി കേട്ടോ. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം എന്തായി നമ്മുടെ ഇഡലി എന്നറിയണ്ടേ. ഇഡലി നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 2 തട്ട് കൊള്ളുന്ന ഒരു ഇഡലി പാത്രമാണ് ഞങ്ങളുടേത്. അപ്പോൾ അതിലൊരു 8 ഇഡലിയാണ് കൊള്ളുന്നത്. അപ്പോൾ ഈ 8 ഇഡലി നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ എടുത്തുനിന്ന് ഒരു വാഴയിലോട്ട് ഇടാം. അതിൻ്റെ മുകളിലേക്ക് ചൂട് സാമ്പാറും കൂടി ഒഴിക്കുമ്പോൾ അടിപൊളിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയും ടിപ്സാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. താങ്ക്